പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റുകൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഒരു 2 മിനിറ്റ് തരാം. എവിടെയെങ്കിലും ഒന്ന് ഏതെങ്കിലും സ്ഥലത്ത് പ്രത്യേക പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ മക്കൾ അങ്ങോട്ട് മാറി നിൽക്കണം. സ്റ്റഡി റൂമിലാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ സ്റ്റഡി റൂമിലേക്ക് മാറി നിൽക്കണം. അടുക്കളയിൽ നിന്നാണ് കലഹം പൊട്ടി പുറപ്പെടുന്നെങ്കിൽ നിങ്ങൾ അടുക്കളയിലേക്ക് മാറി നിൽക്കണം. അച്ഛൻ പ്രാർത്ഥിക്കും, ഇപ്പം അടുക്കളയെ ആശീർവദിക്കും. എൻ്റെ മക്കളുടെ ഓഫീസിലാണ് കുഴപ്പമൊന്നുണ്ടെങ്കിൽ ആ ഓഫീസിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾ മുമ്പിൽ വെക്കണം. എന്നിട്ട് നിങ്ങളെ മനസ്സിൽ വിശ്വപ്രവണത ചെയ്തുകൊണ്ടിരിക്കണം. ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾക്ക് സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിൽ മൊബൈലിൽ അവരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കണം. നിങ്ങൾക്കറിയാം, ഞാനിങ്ങനെ പ്രാർത്ഥിക്കണത് എന്തിനാണെന്നറിയാമോ? കർത്താവ് എനിക്ക് തന്നൊരു വെളിച്ചമാണ്. എന്താണ്? ദൈവ സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. അതാണ് നമ്മൾ 1 കൊരിന്ത്യർ 15:26 ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. അപ്പം നമ്മുടെ അടുക്കളയും നമ്മുടെ വീട്ടുമൃഗങ്ങളും ഇപ്പം തൊഴുത്തിൽ എന്തെങ്കിലും പ്രസവമുണ്ട്, കന്നുകാലികൾ ചിലപ്പോൾ അതുകൊണ്ട് ജീവിക്കാൻ, ഇപ്പം കോഴി മുട്ട വിറ്റ് ജീവിക്കുന്ന പാവപ്പെട്ട അമ്മമാർ വഴിയുണ്ട്. അവർക്ക് ചിലപ്പോൾ ഇതൊന്ന് എപ്പോഴും ഇങ്ങനെ തൂങ്ങി കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോണവരുണ്ട്. പശുവും ആടുമൊക്കെ ഒന്നും പ്രസവിക്കാത്തതുകൊണ്ട് അത് വാഴുന്നില്ലെന്ന് പറയരുത്. അതുപോലെയുള്ള അവസ്ഥകളുള്ള അതൊക്കെ നിങ്ങൾ ആ സമയത്ത് അതിൻ്റെ അടുത്ത് പോയി നിന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളെ ഭീതിപ്പെടുത്തുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന അയൽവാസികളുണ്ടെങ്കിൽ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അവരെ ആശീർവദിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ ശത്രുക്കളെ ആശീർവദിക്കുകയും ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാന്നുള്ള ഈശോ പറഞ്ഞത്. ഞാനിപ്പോൾ ഡോക്യുമെൻ്റ് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഡോക്യുമെൻ്റ് കയ്യിലെടുക്കണം. എന്തെല്ലാം ഡോക്യുമെൻ്റ് ആണെന്നറിയാം? പ്രമാണമുണ്ട്, പറ്റുചീട്ടുണ്ട്, കരചാരം അടക്കാൻ പ്രയാസമാണെങ്കിൽ അതിൻ്റെ രജിസ്റ്ററുണ്ട്, പിന്നെ നിങ്ങളുടെ പരീക്ഷ ഹോൾ ടിക്കറ്റുണ്ട്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുണ്ട്, ഇൻ്റർവ്യൂവിനുള്ള സർട്ടിഫിക്കറ്റുകളുണ്ട്, നിങ്ങളുടെ പാസ്പോർട്ടുണ്ട്, പുതുക്കേണ്ട പാസ്പോർട്ടുണ്ട്, നിങ്ങളുടെ ഇനി പുതുക്കി കിട്ടേണ്ട വിസ കോപ്പിയുണ്ട്. എല്ലാം കയ്യിലെടുക്കുക. എന്താണോ നിങ്ങളുടെ രേഖകൾ, നിങ്ങളുടെ ഇൻ്റർവ്യൂ കോൾ ഫോർ ചെയ്തിരിക്കുന്ന ലെറ്റേഴ്സ് ഉണ്ടാകും, അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഉണ്ടാകും, എല്ലാം കയ്യിലെടുക്കുക. കർത്താവിൻ്റെ വിശുദ്ധ രക്തം അതിലേക്കെല്ലാം ഇങ്ങനെ മഞ്ഞ് പെയ്യണ പോലെ പെയ്തിറങ്ങുന്ന സമയമാണ്. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. അങ്ങനെ മഹത്വപ്പെടുത്തുന്ന നന്ദി പറയുന്ന ഈശോയെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കുന്നവരുടെ സ്വസ്ഥ കർത്താവ്, എന്തോ ഒരു വലിയ അടയാളങ്ങളാണ് നീ പകൽ പോലെ വെളിച്ചത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങയുടെ മക്കളെ അങ്ങ് മറന്നിട്ടില്ല. അങ്ങയുടെ ജനത്തെ അങ്ങ് സന്ദർശിക്കുന്ന കണ്ണുനീരോടെ, ആനന്ദ കണ്ണീരോടെ ഞങ്ങൾ കാണുന്ന ഈശോയെ, ഞങ്ങൾക്ക് അങ്ങയ്ക്ക് വേണ്ടി സാക്ഷ്യം ചെയ്ത് ജീവിക്കണം. അങ്ങയുടെ വചനം കൈമാറി ജീവിക്കണം. അങ്ങയുടെ വിശ്വാസം കൈമാറി ജീവിക്കണം. കർത്താവ്, അങ്ങയുടെ മക്കൾക്ക് അടയാളം നൽകണമേ. ജീവിതത്തിൻ്റെ തകർന്ന നിമിഷങ്ങളിൽ പെട്ടിരിക്കുന്ന എല്ലാവരും, സമാധാനം ഇല്ലാത്തവർ, ഡൈവേഴ്സിന് കേസ് കൊടുത്തിരിക്കുന്നവർ, അത് ഒത്തുതീർക്കാൻ ആഗ്രഹിക്കുന്നവർ, കർത്താവ് അവരുടെ രേഖകൾ അങ്ങ് പരിശോധിക്കണമേ. കർത്താവ്, ജഡ്ജ്മെൻറ്റ് വീണ്ടും നീതിക്ക് വേണ്ടി പോരാടാൻ പോകുന്നവർ ആ ജഡ്ജ്മെൻറ്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം നിങ്ങളിപ്പോൾ കയ്യിലില്ലെങ്കിൽ മനസ്സിൽ ഓർത്താൽ മതി മക്കളെ. ഓരോരോ വിഷയങ്ങൾ, പരീക്ഷകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, അതിൻ്റെ എല്ലാത്തിൻ്റെയും രേഖകളുടെ മേൽ കർത്താവിൻ്റെ തളിക്കപ്പെടട്ടെ. അഡ്വാൻസ് കൊടുത്തു, അത് മുഴുവൻ എമൗണ്ട് കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. അഡ്വാൻസ് അന്യാധീനപ്പെട്ടു പോകാൻ പോകുന്നു. നമ്മൾ കൊടുത്ത പണം നമുക്ക് തിരിച്ചു കിട്ടിയാൽ മതി. ജോലി കിട്ടിയില്ലുമായി അതിൻ്റെ രേഖകൾ, പണയച്ചീട്ടുകൾ, ജപ്തി ചീട്ടുകൾ എല്ലാം കർത്താവെ നീ ഏറ്റെടുക്കണം. നമ്മളെ ഭാരങ്ങളാണല്ലോ അവൻ ചുമന്നത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്ന് വചനാനുസരിച്ചു. ഞങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവെ, ഈ ഭാരച്ചീട്ടുകളിലെല്ലാം നിന്റെ പ്രസാദം തളിക്കണമേ. അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിനിടയ്ക്ക് വരിക. ഞാൻ നിങ്ങൾ ആശ്വസിപ്പിക്കാൻ നളിച്ചവനെ, ഇതെല്ലാം ആശ്വാസമായി മാറണമേ. പരിശുദ്ധമേ ദൈവമാതാവേ,
ദുരന്തമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്ന നല്ല ചെയ്ത അമ്മ, ദുരന്തത്തിന് പോലും പ്രതിവിധി നിശ്ചയിച്ച അമ്മ, നിങ്ങൾക്ക് വേണ്ടി നിമിഷം മധ്യസ്ഥം വഹിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിലെ രേഖകളെ, ഡോക്യുമെൻറ്റുകളെ ഈശോ നാമത്തിൽ ആശീർവദിക്കും, വിടുതൽ നൽകും. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇപ്പോൾ ഓരോരോ ആഴ്ചകളിലെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഉൾപ്രേരണകളിലാണ് നമ്മൾ ആധ്യാത്മിക സത്യവും അതിൻ്റെ പ്രായോഗിക അതിൻ്റെ ആപ്ലിക്കേഷൻസ് അതിൻ്റെ പ്രയോഗപരതയും അനുദിന ജീവിതത്തിൻ്റെ ഔത്സുക്യത്തിന് വേണ്ടി ആത്മശക്തീകരണത്തിലും അവലംബിയായ ഒരു ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥനാപൂർവം ധ്യാനിക്കുന്നത്. അപ്പം നാഥാനിയേലിനെ കുറിച്ച് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവനും
ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, അവനിൽ ഒരു കാപട്യവും ഇല്ലെന്ന്. ഇതിപ്പോൾ നിങ്ങൾ കേട്ട് കേട്ട് മടുത്ത് കാണാം, അതെനിക്കറിയാം. പക്ഷെ അതല്ല ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നു. കർത്താവ് ഇത്രയും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു മനുഷ്യൻ ബൈബിളിൽ കാണത്തില്ല. കർത്താവ് കുറേ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആൾക്കാരുണ്ട്, നമ്മൾ അടുത്ത ടോക്കിൽ അത് എടുക്കും. പക്ഷെ ഇത് യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവനിൽ യാതൊരു കാപട്യവും ഇല്ലെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട്, എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് നാഥാനിയേലിനെ കർത്താവ് തൻ്റെ ശിഷ്യനായിട്ട് തിരഞ്ഞെടുക്കാതിരുന്നത്? എനിവേ, കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ, അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ നാഥാനിയേലില്ല. അപ്പോഴേ കാപട്യമില്ലാതെ ജീവിച്ചത് കൊണ്ട് മാത്രം കർത്താവിൻ്റെ ശിഷ്യത്വത്തിൽ പരമ്പരയിൽ വരണമെന്ന് നിർബന്ധമില്ല എന്നുള്ള ഓക്കെയല്ലേ? എന്നുവെച്ചാൽ കാപട്യം നിങ്ങൾ ചെയ്ത് കൂട്ടണമെന്നല്ല അർത്ഥം. കാപട്യം നിലനിൽക്കണമെന്നല്ല, കാപട്യത്തിന് ലൈസൻസ് ഒപ്പിച്ചെടുക്കുകയല്ല. മറിച്ച് ശിഷ്യത്വം അതിനേക്കാൾ ഗൗരവതരമായ ചില മൂല്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. കാപട്യം ഉണ്ടായില്ലെങ്കിലും എന്താണ്, കർത്താവിൻ്റെ മനസ്സിന് ഇണങ്ങണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ മുമ്പിലുള്ള ഇപ്പം പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ, വിശ്വസിക്കുന്നവരാണ് നമ്മൾ, ഉടമ്പടിയെടുത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ എങ്കിലും അവിടെ വരണത്, നീ ഉടമ്പടിയെടുത്താലും എങ്ങനെ ജീവിച്ചാലും ഒരു കാര്യം നീ ശ്രദ്ധിക്കണം. എന്താണ്? കർത്താവിൻ്റെ മനസ്സിന് ഇണങ്ങണം. നടപടി 13:22. ജസ്സയുടെ പുത്രനായ ദാവീദിൽ, ഫസ്റ്റ് പാർട്ടിയാണല്ലോ അറിയാം. ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. നീ നീ ആരായാലും ഞാൻ ആരായാലും ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങണം. ഞാനവർക്ക് ഈ ദാവീദിന് ഇത്രയും മനസ്സിന് ഇണങ്ങാൻ ഉണ്ടായ കാരണങ്ങൾ എന്താണ്? ഒത്തിരി കാരണങ്ങളുണ്ടെങ്കിലും ദാവീദ് തൻ്റെ കൈവിട്ടുപോയ ഒരു ജീവിതം ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാം. ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല. തൻ്റെ കയ്യിൽ നിന്ന് ജീവിതം കൈവിട്ടു പോകുന്നെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ആ കൈവിട്ടു പോണ ജീവിതത്തെക്കുറിച്ചല്ല പറഞ്ഞത്. കർത്താവ് കൈവിട്ടു പോകരുതെന്നുള്ള കണ്ണീരോടെയുള്ള പ്രാർത്ഥനയാണ്. എന്താണ്? എൻ്റെ കയ്യിൽ നിന്ന് വല്ലാത്ത അബദ്ധങ്ങൾ സംഭവിച്ചു, എനിക്ക് അവസ്ഥയിൽ ഒന്നേ പറയാനുള്ളൂ. എന്താണ്? അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. അതൊരു ചങ്കുന്നുറുങ്ങിയൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ദൈവം കേട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്ന് പറയണം. അങ്ങനെ 3-4 മാസം കോഴ്സെല്ലാം കഴിഞ്ഞു. എക്സാം ഒരു മെയ് 11 ഞാൻ എക്സാമിന് പോയി. ട്രിവാൻഡ്രം ആയിരുന്നു എനിക്ക് സെൻറ്റർ. ഞാൻ എക്സാമിന് പോയി. അവിടെ നമുക്ക് ഒന്നും അകത്തേക്ക് കയറ്റാൻ പറ്റില്ല. എന്നാലും ഞാൻ എൻ്റെ മാലയിൽ കൃപാസനത്തിലെ കാശുരൂപം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 210 ക്വസ്റ്റ്യൻസാണ്. നമുക്ക് 4 മണിക്കൂറാണ് എക്സാം. ഞാൻ ഓരോ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുമ്പോഴും ഞാൻ കാശുരൂപത്തിൽ മാതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് ഞാൻ ആൻസർ ചെയ്തത്. ശരിക്കും 4 മണിക്കൂർ എക്സാമിൽ ശരിക്കും ഞാൻ ഒരു 1.25 മണിക്കൂർ കൊണ്ട് എക്സാം എഴുതി കഴിഞ്ഞു. എക്സാം എഴുതി പുറത്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ 1.25 മണിക്കൂർ കൊണ്ടാണ് എക്സാം എഴുതിയെന്ന്. പുറത്ത് വന്നപ്പോൾ എൻ്റെ കൂടെ വന്ന ഹസ്ബൻഡ് ചോദിച്ചു, നീ എക്സാം എഴുതിയില്ലേന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഞാൻ എക്സാം തോറ്റു പോകുമായിരിക്കും. എൻ്റെ കൂടെയുള്ള ആരും ഇറങ്ങിയിട്ടില്ല, ഞാൻ മാത്രമാണ് ഇറങ്ങിയേക്കണത്. സമയം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഞാൻ എക്സാമിന്
എങ്ങനെ പാസ്സാകുമെന്ന്. എന്നാലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ എന്ത് എഴുതിയേക്കണമെന്ന് മാതാവിന് നന്നായിട്ട് അറിയാം. ഈ ഒരു അറ്റംപ്റ്റിൽ ഞാൻ പാസ്സായില്ലെങ്കിൽ ഇനി ഒരു സെക്കൻഡ് അറ്റംപ്റ്റ് എനിക്കില്ല. മാതാവ് എന്നെ പാസ്സാക്കി തരണേ. 500 മാർക്കാണ് പാസ്സാകാൻ വേണ്ടേ. ഞാനൊരു 501 മാർക്കാണ് മാതാവിനോട് ചോദിച്ചത്. ആ മെയ് ലാസ്റ്റ് എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. 501 മാർക്ക് ചോദിച്ചിട്ട് മാതാവ് എനിക്ക് 566 മാർക്ക് തന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് പിന്നീട് എനിക്ക് പോകാനായിട്ട്, സൗദിക്ക് പോകാനായിട്ട് പിന്നെയും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു തടസ്സവും ഇല്ലായിരുന്നു. എല്ലാം പെട്ടെന്ന് തന്നെ, എങ്ങനെയാണെന്നറിയില്ല, ക്യാഷ് വരെ എല്ലാം പെട്ടെന്ന് മാതാവ് എനിക്ക് ഒരുക്കി തന്ന് എനിക്ക് വിത്തിൻ 2 മന്തിനുള്ളിൽ ഞാൻ സൗദിയിലെത്തി. ഞാൻ ഭയങ്കര ഹോം സിക്നെസ് ഉള്ള ഒരാളായിരുന്നു. എൻ്റെ കുഞ്ഞിനെ ഇട്ടിട്ട് പോകുമ്പോൾ ഞാൻ എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കും, ചിലപ്പോൾ എനിക്ക് തിരിച്ചു പോരേണ്ടി വരും എന്നൊക്കെ, തിരിച്ചു പോരാൻ കഴിയില്ല, എന്നാലും എനിക്കവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ മാതാവിനോടുള്ള പ്രാർത്ഥനയും മാതാവിൻ്റെ സഹായത്താലും ഞാൻ 2 വർഷം അവിടെ പിടിച്ചു നിന്ന് ഞാനിപ്പോൾ ലീവിന് വന്നേക്കുവാണ്. ഈ സൺഡേ ഞാൻ തിരിച്ചു പോകും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ജോലിയിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എൻ്റെ കൂടെ വന്നവരെല്ലാം ഈസി ആയിട്ട് ജോലി ചെയ്യുമ്പോൾ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു മാതാവ് എന്നെ പരീക്ഷിക്കുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു കൂടുതൽ പ്രാർത്ഥനയിലേക്ക് വളരാൻ വേണ്ടി മാതാവ് എന്നെ എനിക്ക് തരുന്ന പരീക്ഷണങ്ങളാണെന്ന് വിചാരിച്ചു. ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ ബൈബിൾ യൂസ് ചെയ്യാൻ പാടില്ല എങ്കിലും ഞാൻ എൻ്റെ മൊബൈലിൽ ബൈബിൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഞാൻ വായിക്കുമായിരുന്നു. അങ്ങനെയെല്ലാം ഞാൻ പ്രാർത്ഥനയിൽ ഉയർന്നു. പ്രാർത്ഥിച്ച് ഞാൻ വിശ്വാസ പ്രമാണം 33 പ്രാവശ്യം, പ്രത്യക്ഷീകരണ പ്രാർത്ഥന എപ്പോഴും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ചൊല്ലുമായിരുന്നു. അങ്ങനെ എൻ്റെ ജോലിയിലെ തടസ്സങ്ങളെല്ലാം മാറ്റി ഞാൻ സന്തോഷമായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നു. പിന്നെ എനിക്ക് അവിടെ ചെന്നതിന് ശേഷം എനിക്കൊരു കണ്ണിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാം അവിടെ ചെന്ന് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിന് എല്ലാ മാസവും റെഡ്നെസ് വരുമായിരുന്നു. റെഡ്നെസ്സും ചൊറിച്ചിലും. അത് 1 മാസം വരും. ഞാൻ 2 വീക്സ് ഡോക്ടർ പോയി കാണും. 2 വീക്സ് ഡ്രോപ്സ് ഒഴിക്കാൻ പറയും. 2 വീക്സ് ഡ്രോപ്സ് ഒഴിച്ച് കഴിഞ്ഞാൽ അടുത്ത 2 വീക്സിനുള്ളിൽ എനിക്ക് വീണ്ടും വരും. അതൊരു കണ്ടിന്യൂസ് 6-7 മാസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഭയങ്കര ടെൻഷനായി. കാരണം നാട്ടിലെ പോലെയല്ല അവിടുത്തെ ട്രീറ്റ്മെൻറ്റ്. എനിക്ക് ടെൻഷനായിരുന്നു, വിശ്വാസവും ഇല്ലായിരുന്നു. ദൈവം ഇങ്ങനെ കണ്ണിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും എൻ്റെ അവസ്ഥ എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാ മാസവും 2 ആഴ്ച ഡ്രോപ്സ് ഒഴിക്കുമായിരുന്നു. പിന്നീട് ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് ഉടമ്പടി തൈലം എൻ്റെ കണ്ണിൻ്റെ മുകളിൽ പരട്ടി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു 2 മന്ത്സ് ഞാൻ അങ്ങനെ ചെയ്തു. എന്നും ഉറങ്ങാൻ നേരത്ത് ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇപ്പോൾ 1 ഇയറായി എൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. ഞാൻ പിന്നെ ഡ്രോപ്സ് ഒന്നും ഒഴിക്കേണ്ടി വന്നിട്ടില്ല. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, എനിക്ക് അവിടെ ചെന്നിട്ട് പത്രമൊന്നും കൊടുക്കാൻ കഴിയില്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് ഫേസ്ബുക്കിൽ സാക്ഷ്യങ്ങളെല്ലാം പോസ്റ്റ് ചെയ്യായിരുന്നു. അച്ഛൻ്റെ ധ്യാനം, പിന്നെ അതുപോലെ വാട്സപ്പിൽ ഞാൻ മുഖേന കുറേ പേര് ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത്, ഞാൻ അവിടെ നിന്ന് എൻ്റെ ഹസ്ബൻഡിനും അമ്മയ്ക്കും ക്യാഷ് അയച്ചു കൊടുക്കുമായിരുന്നു. അനാഥാലയങ്ങളിലും പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് കുറച്ച് വയസ്സായവർ താമസിക്കുന്നുണ്ട്, അവർക്കും. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഹസ്ബൻഡ് വയ്യാതെ ഇരിക്കുവാണ്, അവൾക്കും ഞാൻ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത്രയേറെ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ആദ്യം തന്നെ മാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് മെജോ, ഞാൻ എരുമേലിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് സഞ്ജു, കൊച്ച് എയ്തൻ. ഞാൻ ആദ്യമായിട്ട് കൃപാസന അമ്മേനെ പറ്റി കേൾക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി വഴിയാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ ആദ്യത്തെ 3 സ്കാനിങ്ങിലും ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. 5ാമത്തെ സ്കാനിങ്ങിന് ചെന്നപ്പം കുഞ്ഞിൻ്റെ ലെഫ്റ്റ് ഹാർട്ടിന് ഒരു തടുപ്പുണ്ടെന്നും അത് എക്കോ എടുക്കണമെന്നും ഡോക്ടർ പറഞ്ഞു. അപ്പം ഞങ്ങൾക്കാകെ പേടിയായി. ഇത് എക്കോ ഹാർട്ടിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ എന്ത് ചെയ്യുമെന്ന് ഓർത്തു. അങ്ങനെ ഈ ചേച്ചി പറഞ്ഞ് ഞാൻ കൃപാസന അമ്മേനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ പിറ്റേ ദിവസം തിരുവല്ല ഹോസ്പിറ്റലിൽ എക്കോ എടുക്കാൻ ചെന്നു. അപ്പം ഞാൻ സ്കാനിങ്ങിന് കയറുന്നതിൻ്റെ മുമ്പും അമ്മയോട് പ്രാർത്ഥിച്ചു, എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലെങ്കിൽ കുഞ്ഞുമായിട്ട് ഞാൻ നിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്കാനിങ്ങിന് കയറി. സ്കാനിങ് കഴിഞ്ഞ് റിസൾട്ട് 5 മിനിറ്റിനുള്ളിൽ റിസൾട്ട് വന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല, കുഞ്ഞിൻ്റെ ഹാർട്ടിലെ ആ തടുപ്പ് കുഞ്ഞിന് 1 വയസ്സാകുമ്പം ആ തടുപ്പ് തന്നെ മായുന്നതാണ്, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യം അമ്മ എനിക്ക് തന്ന അനുഗ്രഹം, അതായിരുന്നു ഏറ്റവും വലിയ അനുഗ്രഹം. രണ്ടാമതായിട്ട് ഡെലിവറി കഴിഞ്ഞ്
3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര നടുവിന് വേദനയായിരുന്നു. ഹോസ്പിറ്റലിൽ പോവും, ഇഞ്ചക്ഷൻ എടുക്കും, ടാബ്ലറ്റ് കഴിക്കും, അപ്പം കുറയും. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ ഇത് തന്നെ വീണ്ടും കണ്ടിന്യൂ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങളുടെ റിലേറ്റീവ് ഒരാളിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അങ്ങനെ മമ്മി ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ നടുവിന് വേദനയാണെന്ന് പറഞ്ഞപ്പം മമ്മി ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി നടുവിന് തൂത്ത് തരികയും അതിൻ്റെ ഫലമായി എൻ്റെ നടുവിന് തന്നെ പൂർണ്ണമായിട്ട് പോയി. എനിക്കിപ്പം കുനിയുന്നതിനോ പണി ചെയ്യുന്നതിനോ ഒന്നും ഒരു കുഴപ്പവുമില്ല. മൂന്നാമതായിട്ട് മാതാവ് ഞങ്ങൾ ജൂൺ 21 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അത് ആദ്യത്തെ നിയോഗം വെച്ചത് പുറത്തോട്ട് പോകാനുള്ള എക്സാമായിരുന്നു. അത് PTA എക്സാമായിരുന്നു. അതിന് മുമ്പ് ഞാൻ ക്ലാസ്സിന് കയറിയപ്പം നമുക്ക് ഇത് പറ്റുകയില്ലെന്ന് തോന്നി. അതുപോലെ ഭയങ്കര ടഫായിരുന്നു. അവർ പറയുന്ന ഓഡിയോ ക്ലിപ്പൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ജൂൺ 21 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ആദ്യത്തെ നിയോഗം എക്സാമിന് നല്ല മാർക്ക് എന്ന് അനുഗ്രഹിക്കണമെന്നായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് ചോദിച്ചു, എനിക്ക് എക്സാം എഴുതേണ്ട ഒരു ഡേറ്റ് നീ എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് മാതാവ് എനിക്ക് 20 എന്ന് 3 വട്ടം പറഞ്ഞു. അങ്ങനെ ഞാൻ ജൂലൈ 20 എക്സാം ഡേറ്റ് എടുത്തു. അത് തിരുവല്ല സാന്റാമോണിക്ക എന്ന് പറയുന്ന അവരുടെ വെച്ചായിരുന്നു എക്സാം. അങ്ങനെ ഞങ്ങൾ രാവിലെ എക്സാമിന് വന്നു. എക്സാമിന് കയറിയപ്പം അവരൊരു സാധനം നമ്മളെ അകത്തോട്ട് കയറ്റത്തില്ല. പിന്നെ കാശ് രൂപം ഞാൻ കൊന്തയിലാണ് ഇട്ടത്. അങ്ങനെ ഞാൻ തൂവാലയിൽ ഇച്ചിരി ഉപ്പെടുത്തു. പക്ഷെ അവർ പറഞ്ഞു ടവലൊന്നും അകത്തോട്ട് കയറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ബോഡി ചെക്ക് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു തുള്ളി ഉപ്പ് കയ്യിൽ പിടിച്ച് എക്സാം ഹാളിലേക്ക് കയറി. അവിടെ കയറിയപ്പോൾ ഫുള്ള് സിസ്റ്റത്തിലാണ് നമുക്ക് എക്സാം. അങ്ങനെ ഞാൻ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ലാപ്ടോപ്പിൻ്റെ അതിലേക്ക് വിതറി. അത് കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതി. എക്സാം എഴുതുമ്പം ഒക്കെ 2 ഇതായിട്ട് വരും. അപ്പോൾ 300 വേർഡ്സാണ് നമ്മൾ എഴുതേണ്ടത്. അതും ഈ സിസ്റ്റത്തെ നമ്മൾ പല അക്ഷരങ്ങൾ എവിടെ കിടക്കുന്നെന്ന് നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പാടാ. അങ്ങനെ എക്സാം എഴുതി. 11:30 തീരേണ്ട എക്സാമിന് ഞാൻ 11:20 ഞാൻ എക്സാം കഴിഞ്ഞ് ഹോളിൽ നിന്ന് ഇറങ്ങി. ഞാൻ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം അമ്മയോട് പറയും, അമ്മ അങ്ങയുടെ പ്രസിദ്ധീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷി എന്നെ ഉയർത്തണം, നീ നോക്കിക്കോണമെന്ന് പറയും. അങ്ങനെ പരീക്ഷ കഴിഞ്ഞിറങ്ങി ഞങ്ങൾ വീട്ടിൽ വന്നു. വൈകിട്ട് 8:30 ഞാൻ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ എത്രയാണോ ആഗ്രഹിച്ചത് ആ സ്കോർ എന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നുള്ളത് എൻ്റെ അപ്പൻ്റെ കാലിന് എപ്പോഴും മരപ്പും പുകച്ചിലുമായിരുന്നു. അപ്പം ഷുഗറിൻ്റേതാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി. ഒരു 3 ഹോസ്പിറ്റലിൽ പോയപ്പോഴും ഡോക്ടർമാർ പറയും കുഴപ്പമൊന്നുമില്ല, ടാബ്ലറ്റ് കഴിച്ചാൽ മതി, ഇത് തന്നെ പറയും. ടാബ്ലറ്റ് കഴിക്കുന്നു, ഇഞ്ചക്ഷൻ എടുക്കുന്നു, എന്നിട്ടും മാറുന്നില്ല. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഞാൻ വീട്ടിൽ പോയപ്പം ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ അപ്പൻ്റെ കാലിൻ്റെ 2 കാൽപാദത്തിൻ്റെ അകത്തും തൂക്കുകയും വിശ്വാസ പ്രമാണം തൂത്തതിൻ്റെ ഫലമായി പൂർണ്ണമായി എൻ്റെ അച്ഛൻ്റെ കാലിൻ്റെ മരപ്പും പുകച്ചിലും ഇപ്പോൾ പോയി. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ഇളയ്ക്ക് ഒരു സൈഡ് ഒരു ഇടയ്ക്ക് വീണപ്പോൾ ഭയങ്കര വേദനയായിരുന്നു. കുനിഞ്ഞു നിന്ന് പണി ചെയ്യാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. ഇങ്ങനെ എപ്പോഴും ഫുള്ള് തളർന്നു പോകുന്ന പോലെയായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം എടുത്ത് തൂത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പൂർണ്ണമായി അമ്മയ്ക്ക് എളിക്കുവേനെ പോയി. ഇപ്പം എല്ലാ പണികളും ഓടി നടന്ന് ചെയ്യുന്നുണ്ട്. ഇതാണ് മാതാവ് എനിക്ക് എന്ന അനുഗ്രഹങ്ങൾ. അങ്ങനെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ ശനിയാഴ്ച ദിവസവും ഒരാശ്രമത്തിൽ ചോറും കറിയും കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ ദിവസവും ഞങ്ങൾ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്. പിന്നെ പാവങ്ങൾക്ക് പൈസ ആയിട്ടും അല്ലാതെ ഡ്രസ്സൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറവടങ്ങാട് നിന്ന് വരുന്നു. 2023 നവംബർ ലാസ്റ്റ് ഞാനിവിടെ ഉടമ്പടി എടുത്ത് എനിക്ക് 2 സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. അതിലൊന്ന് എൻ്റെ വസ്തു സംബന്ധമായിട്ടുള്ള കാര്യമാണ്. 60 വർഷമായിട്ട് ആർക്കും തിരിക്കാനോ ഒന്നും സാധിക്കാത്ത ഒരു നിലയിലായിരുന്നു. അതൊരു തർക്കവും ഭൂമി മറ്റുള്ള ഭൂമിയായിട്ട് ഒന്നിച്ച് കിടക്കുന്ന ഇതുമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ് അത് ആ കാര്യങ്ങൾ സാധിച്ച് തരണമെന്ന് പ്രാർത്ഥിച്ചു. അവിടെ വഴക്കും സഹോദരനുമായിട്ട് വഴക്കും കാര്യങ്ങളും പിന്നെ മറ്റുള്ള ആൾക്കാരൊന്നും അതിൽ സഹകരിക്കാതെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടായി. അപ്പോൾ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് കൊണ്ടുപോയി. ആ ഉപ്പാണ് എൻ്റെ ആയുധം. ഞാൻ മറിച്ചൊന്നും പറയാനോ ഒന്നും പ്രവർത്തിക്കാനോ പോയില്ല. JCB വിളിച്ച് അതിൽ തിരിച്ചു ലോഡ് കണക്കിന് കരിങ്കല്ലിട്ടു. ആ കെട്ടാൻ വന്നവർ പോലും കൂടെ ഇത് പലരും അതിലെ ഒരാൾ വന്ന് വലിച്ചെറിയൊക്കെ. അന്നേരം എൻ്റെ കയ്യിൽ ഉപ്പും പിടിച്ചുകൊണ്ട് ഞാൻ ധൈര്യപൂർവ്വം നടന്ന് പേപ്പറും ബുക്കും പിടിച്ചുകൊണ്ട് ധൈര്യപൂർവ്വം ചെന്നു. ആ പുള്ളി ഈ ഉപ്പ് കയ്യിൽ എൻ്റെ ഇരിക്കുന്നു, സംസാരിച്ചിരുന്നു വയസ്സായി. എനിക്ക് തന്നെ ആ പുള്ളി മുഖേന തന്നെ അതിൽ
കാണിച്ചു തന്നു, പൗഡറും മേടിച്ച് തന്നിട്ട് അങ്ങനെ അങ്ങ് കെട്ടാനായിട്ട് തുടങ്ങി. അത് കെട്ടി. അത് 1 മാസത്തിനുള്ള ആ കാര്യം നടന്നുള്ള 60 വർഷമായ ആ കാര്യം 1 മാസത്തിനുള്ളിൽ അമ്മ അത് നടത്തി തന്നെന്നുള്ളതാണ്. അവിടെ ഞാനൊരു മോശമായ വാക്കുച്ചരിക്കേണ്ടി വന്നില്ല, എനിക്ക് പ്രയാസപ്പെടേണ്ടി വന്നില്ല. എനിക്ക് വേണ്ടിയിട്ട് അവിടെ പലരും മധ്യസ്ഥനായിട്ട് ആ മധ്യസ്ഥരൊന്നും അവിടെ നിൽക്കേണ്ടി വരില്ല. ഞാനും എൻ്റെ അപ്പനും ജ്യേഷ്ഠനും കൂടെ ഒടുവിൽ അത് സോൾവ് ആക്കി അവിടുത്തെ എല്ലാം DR അടിച്ച് കെട്ടി അത് ക്ലിയർ ആക്കാൻ സാധിച്ചു. അത് പരിശുദ്ധ അമ്മയുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ശക്തിയാണ്. ഈ എത്ര വർഷം 20 വർഷം മുമ്പൊക്കെ കരിങ്കല്ല് അവിടെ ലോഡ് കണക്കിന് അടിച്ചിട്ടുണ്ട്. അതൊന്നും അനക്കാൻ സാധിച്ചിട്ടില്ല. അതെന്ത് എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിൽ ഭയങ്കരമായിട്ട് തർക്കഭൂമി, വേറൊരു സൈഡ് ജ്യേഷ്ഠമായിട്ട് ഇങ്ങനെ 3 സൈഡും തർക്കത്തിൽ കിടക്കുന്ന ചെയ്യാം. ഇപ്പോൾ ഈ വർഷകാലത്ത് അതിൽ ഒഴുകാത്ത വെള്ളവുമില്ല. അതുപോലെയാണ്. ജ്യേഷ്ഠൻ 35 വർഷമായിട്ട് അവിടെ കഴിയുന്നു. അതുപോലെയുള്ള കാര്യങ്ങൾ അമ്മ പ്രവർത്തിച്ച് തന്നെന്നുള്ളതാണ്. ആ ഉപ്പാണ് എൻ്റെ ശക്തിയായിട്ടുണ്ടായത്. ആയുധം എന്ന് പറയുന്നത് എൻ്റെ ഉപ്പാണ്. അവൻ ഒരു